ഗ്രാമിക ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് റമദാൻ പെരുമയിലേക്ക് സ്വാഗതം. റമദാൻ മാസത്തിലെ വ്രതങ്ങൾ 3 ഭാഗമായിട്ടാണ് പ്രവാചകൻ വിഭജിച്ചത് എന്ന് മുമ്പൊരിക്കൽ പറയുകയുണ്ടായി. 3 പത്തുകളായി വിഭജിച്ചു. കഴിഞ്ഞ തവണ അത് പറഞ്ഞു. ആദ്യത്തെ 10 കാരുണ്യത്തിൻ്റെ 10ആണ്. ആ കാരുണ്യത്തിന് വേണ്ടി, ദൈവ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള 10ആണ് എന്ന് പറയുകയാണ്. ആ 10 നാളുകൾ കഴിഞ്ഞ് അടുത്ത 10ലേക്ക് റമദാൻ വ്രതം പ്രവേശിക്കുകയാണ്. ഈ 10 നാളുകളെ പ്രവാചകൻ വിവരിച്ചത് പാപമോചനത്തിൻ്റെ നാളുകൾ എന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിനുള്ള ഒരു പ്രാർത്ഥന എല്ലാ വേളകളിലും ചൊല്ലാൻ നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. ആദ്യത്തെ 10 നാളുകൾ കാരുണ്യത്തിൻ്റെ നാളുകളും കാരുണ്യത്തിന് വേണ്ടി യാചിക്കുകയും ചെയ്തതിനു ശേഷം അടുത്ത 10 നാളുകൾ പാപമോചനത്തിൻ്റേതാണ്. അതുകൊണ്ട് നേരത്തെ എല്ലാ വേളകളിലും വിശ്വാസികൾ പ്രാർത്ഥിച്ചിരുന്നത് പോലെ ഇവിടെയും ദൈവത്തിനോട് സ്വർഗത്തിന് വേണ്ടി യാചിക്കുകയും നരകശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം സർവ്വലോക തമ്പുരാനെ, എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്ന ഒരു പ്രാർത്ഥന കൂടി ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെടുകയുണ്ടായി. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ സർവ്വലോക രാജാവായ അല്ലാഹുവേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. എന്താണ് പാപം? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമാണ് പാപം, പുണ്യം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. മനുഷ്യൻ ജന്മന പാപിയായിട്ടാണ് ജനിക്കുന്നതെന്ന് ചില മതങ്ങൾ, വിശേഷിച്ചും ക്രിസ്ത്യൻ മതം, മനുഷ്യൻ ജന്മന പാപിയാണെന്നും ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തോടുകൂടി ആ പാപത്തിൽ നിന്ന് മോചിതരായി എന്നും വിശ്വസിക്കുന്നവരാണ്. മനുഷ്യരെല്ലാം ആദാമിൻ്റെ മക്കളാണ് എന്ന വിശ്വാസമാണ് എല്ലാ സെമറ്റിക് മതങ്ങളിലെന്ന പോലെ ഇസ്ലാമിലേത്. അവിടെ പാപം എന്നത് മനുഷ്യൻ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന തെറ്റുകളാണ്. തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യർ ഉണ്ടാവില്ല. നമുക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് തെറ്റുകൾ ചെയ്യാറുണ്ട്. തെറ്റേത് ശരി ഏത് എന്ന് തിരിച്ചറിയാത്ത കാലത്ത് അജ്ഞത മൂലം ചെയ്യുന്ന തെറ്റുകളായി നമുക്ക്
അറിയാനോ ഗണിക്കാനോ കഴിയാറില്ല. അതുപോലെയല്ല പാപം എന്ന് പറയുന്നത് നിയമലംഘനമാണ്. ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്നതാണ്. ഈ ലംഘനം ആദ്യമായി നടത്തിയത് നമ്മുടെ പൂർവപിതാവ് ആദാമായിരുന്നു എന്നാണ് വേദപുസ്തകങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ആദാമിൻ്റെ പാപം മനുഷ്യരിലെല്ലാം ഉണ്ടെന്ന ക്രിസ്ത്യൻ വിശ്വാസം നിലനിന്നത്. ആദാമിന് നൽകപ്പെട്ട സ്വർഗത്തിൽ അല്ലെങ്കിൽ പൂന്തോട്ടത്തിൽ അദ്ദേഹത്തിന് എല്ലാം ഭുജിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി, എല്ലാം അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. എന്നാൽ ഒരു വൃക്ഷത്തിലുള്ള ഫലം മാത്രം ഭക്ഷിക്കരുത് എന്ന ഒരു നിർദ്ദേശവും നൽകി. ആ നിർദ്ദേശം ലംഘിക്കപ്പെട്ടതാണ് മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആദാമിൻ്റെ പാപം. എന്തുകൊണ്ട് ആ മരത്തിലുള്ള ഫലം ഭുജിക്കരുത് എന്ന് പറഞ്ഞത്? ഒരു പക്ഷേ മനുഷ്യൻ എങ്ങനെ നിയമം പാലിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ നിയമം പാലിക്കണം, നിഷേധിക്കപ്പെട്ടത്, വേണ്ടെന്ന് വെക്കപ്പെട്ടത്, അത് വേണ്ടെന്ന് വെക്കാൻ തന്നെ കഴിയണം. അങ്ങനെ ഒരു നിയമം ഉണ്ടാകുമ്പോൾ, ദൈവത്തിൻ്റെ നിയമം ഉണ്ടാകുമ്പോൾ, ദൈവത്തിൻ്റെ നിയമത്തെ ലംഘിക്കുന്നതാണ് പാപം. എല്ലാ പാപങ്ങളും നിയമ ലംഘനങ്ങളാണ്, ദൈവിക നിയമ ലംഘനങ്ങളാണ്. പല തരത്തിലുള്ള പാപങ്ങളുണ്ട്. ഒന്ന്, പലപ്പോഴും ഈ നിയമലംഘനങ്ങൾ നമ്മുടെ സ്വാർത്ഥത ഒരു പാപമാണ്. തനിക്ക് മാത്രം എല്ലാം വേണം എന്നുള്ളത്. ദൈവം എല്ലാവർക്കുമായി സൃഷ്ടിക്കപ്പെട്ട ലോകത്തിൽ ഒരാൾ മാത്രം, അയാൾക്ക് മാത്രം എല്ലാം സ്വന്തമാക്കണം എന്നുള്ളത് അതൊരു ദൈവ നിശ്ചയത്തിന് എതിരാണ്. അതുകൊണ്ട് സ്വാർത്ഥത ഒരു പാപമാകുന്നു. അതേപോലെ തന്നെയാണ് അത്യാഗ്രഹം. നമുക്ക് വേണ്ടതെല്ലാം ദൈവം കനിഞ്ഞരുളി ഇവിടെ തന്നിട്ടുണ്ട്. അതിനപ്പുറം എല്ലാം നേടിയെടുക്കണം, എല്ലാം തനിക്ക് വേണം. ആ അത്യാഗ്രഹം പാപമാണ്, ദൈവത്തിൻ്റെ നിയമ ലംഘനമാണ്. അതേപോലെ തന്നെയാണ് ദുരഭിമാനവും. അതേപോലെ തന്നെയാണ് വ്യഭിചാരവും. ഇങ്ങനെയുള്ള നമ്മുടെ മനുഷ്യൻ്റെ സദാചാരത്തിന് വേണ്ടി ദൈവം നിർദ്ദേശിച്ച നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴൊക്കെ മനുഷ്യൻ പാപം ചെയ്യുന്നു. ഈ പാപം പല തരത്തിലുമുണ്ട്. ഒന്ന്, നമ്മുടെ നിലപാടിൽ. ഈ നിലപാടിൽ നിന്നാണ് ദുരഭിമാനം വരുന്നത്. നമ്മുടെ
അനാവശ്യമായ കോപങ്ങൾ ഉണ്ടാകുന്നത്, മറ്റുള്ളവരോട് അസൂയ ഉണ്ടാകുന്നത്. ഇതെല്ലാം നമ്മുടെ നിലപാട് മൂലം ഉണ്ടാകുന്ന പാപങ്ങളാണ്. രണ്ടാമത്, പ്രവൃത്തികൾ, പാപകരമായ പ്രവൃത്തികൾ. അത് സമൂഹത്തിൽ ദോഷകരമായ ഒരു സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് നിയമലംഘനമായിട്ട് കരുതപ്പെടും. മദ്യപാനം, വ്യഭിചാരം, മോഷണം, മറ്റുള്ളവരോടുള്ള വിദ്വേഷപ്രവൃത്തികൾ, ഇവയൊക്കെ ദൈവം നിരോധിച്ച കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പാപപ്രവൃത്തികളായിരിക്കും. മറ്റൊന്ന്, നമ്മുടെ വിലോപങ്ങളിലാണ്. അതായത് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ, പാപപ്രവൃത്തികൾക്ക് ശേഷം വിലോപങ്ങളാണ്. അതായത് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നാം എന്തൊക്കെയാണ് ഇവിടെ ചെയ്യണമെന്ന് ദൈവം നിർദ്ദേശിച്ചിട്ടുണ്ടോ അതൊന്നും ചെയ്യാതിരിക്കുക, ബോധപൂർവം ചെയ്യാതിരിക്കുക. ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത് നമ്മുടെ കൃത്യവിലോപമാണ്, നമ്മുടെ നന്മയുടെ വിലോപമാണ്, അത് പാപമാണ്. മറ്റൊന്ന്, ഉദ്ദേശം കൊണ്ടുള്ള പാപം ചെയ്യുന്നില്ല, പക്ഷെ പാപ ചിന്തകൾ മനസ്സിലുണ്ട്. വ്യഭിചരിക്കാനുള്ളൊരു ത്വര മനസ്സിൽ, പക്ഷെ വ്യഭിചരിക്കുന്നില്ല. മദ്യപിക്കാനുള്ളൊരു ത്വര, പക്ഷെ മദ്യപിക്കുന്നില്ല. പക്ഷെ ഇത് മനസ്സിൽ ഇത്തരം ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നത് പാപ ചിന്തകളാണ്. അങ്ങനെ നമ്മുടെ നിലപാടുകളിലും പ്രവൃത്തി ചെയ്യാത്തതിലും ഉദ്ദേശങ്ങളിലും ഒക്കെ പാപങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, തെറ്റുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ തെറ്റുകൾ മാനുഷികമാണ്. ഒരു മനുഷ്യന് തെറ്റുകൾ ചെയ്യാതിരിക്കാൻ വയ്യ. അവിടെയാണ് ഇവിടെ പാപമോചനത്തെക്കുറിച്ച് നമ്മുടെ ചിന്തയെ നയിക്കുന്നത്. പാപത്തെക്കുറിച്ചും പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വ്രതനാളിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ, മറ്റ് അനുവദിച്ച കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് വ്രതം അനുഷ്ഠിക്കുമ്പോൾ അവന് തന്നെക്കുറിച്ചുള്ള ബോധം, ദൈവത്തെക്കുറിച്ചുള്ള ബോധം, ദൈവത്തോടുള്ള ഭയഭക്തി, ജീവിതത്തിലുള്ള സൂക്ഷ്മത വന്നു ചേരും. അപ്പോൾ ഈ പാപ ചിന്തകളിൽ നിന്ന് മാറും. മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും പ്രലോഭനങ്ങൾക്ക് വശംവദമാകുന്ന മനസ്സാണ്. എപ്പോഴാണ് നമ്മൾ തെറ്റ് പ്രവർത്തിക്കുക എന്ന് ഒരുപക്ഷെ നമുക്ക് തന്നെ ബോധ്യമല്ലാത്ത കാര്യം. ഖുർആൻ 3 തരം മനസ്സുകളെക്കുറിച്ച് പറയുന്നുണ്ട്. നഫ്സുൽ അമ്മാറ, നഫ്സുൽ ലവ്വാമ, നഫ്സുൽ മുത്മഈൻ. നഫ്സുൽ അമ്മാറ എന്നുള്ളത് എന്നും പ്രലോഭനം, മനസ്സ് ചീത്തയിലേക്ക് പോകാനുള്ള വെമ്പലുള്ള മനസ്സിനെയാണ് നഫ്സുൽ ലമ്മാറ എന്ന് പറയുന്നത്. ഏത് കാര്യത്തിലും നമുക്ക് പ്രലോഭനമുണ്ടാകുമ്പോൾ ആ പ്രലോഭനത്തിന് വഴങ്ങിക്കൊടുക്കുക എന്നത് മനുഷ്യ സഹജമാണ്, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ. ഇതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു ഉദാഹരണം ഖുർആൻ
യൂസുഫ് നബിയുടെ ചരിത്രത്തിനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വളരെ സുന്ദരനായ, അതിസുന്ദരനായ യൂസുഫ് ഈജിപ്തിലെ അസീസ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിപ്പോൾ അസീസ് രാജാവിൻ്റെ രാജ്ഞിയും മറ്റ് അവരുടെ സഹായികളായ സ്ത്രീകളും അത്ഭുതപ്പെട്ടുപോയി. രാജ്ഞിക്ക് യൂസുഫിനെ പ്രാപിക്കാനുള്ള അതിയായ വാഞ്ചയുണ്ടായി. അവർ യൂസുഫിനെ കടന്നു പിടിച്ചു. യൂസുഫ് തെന്നി മാറിക്കൊണ്ട് ഓടിക്കളഞ്ഞു. തൻ്റെ ആഗ്രഹം സഫലീകരിക്കാത്തത് കൊണ്ട് രാജ്ഞി രാജാവിനോട് യൂസുഫിനെതിരെ കുറ്റം പറഞ്ഞു. തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു, തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫിനെ കുറ്റവാളിയാക്കി. യൂസുഫ് അങ്ങനെ ജയിലിൽ കഴിയേണ്ടി വന്നു. ഏറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് രാജാവിൻ്റെ ഒരു സ്വപ്നം വിശദീകരിച്ചപ്പോഴാണ് യൂസുഫ് എങ്ങനെ ജയിലിൽ വന്നു എന്ന് രാജാവ് തേടുന്നത്. അപ്പോഴുള്ള അന്വേഷണത്തിലാണ്, അപ്പോഴെടുത്ത തെളിവെടുപ്പിലാണ് യൂസുഫ് അല്ല കുറ്റക്കാരൻ, തൻ്റെ ഭാര്യയായിരുന്നു കുറ്റക്കാരി എന്ന് മനസ്സിലാവും. ഈ സന്ദർഭത്തിൽ യൂസുഫ് പറയുന്ന ഒരു കാര്യമുണ്ട്, യൂസുഫ് നബി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനും എല്ലാവരും പ്രലോഭനത്തിന് ഇടപെടുന്നത് പോലെ എൻ്റെ മനസ്സൊന്നും ശുദ്ധമായ മനസ്സല്ല. ദൈവം എന്നെ രക്ഷിച്ചതുകൊണ്ടാണ് ഞാൻ ആ പ്രലോഭനത്തിന് വഴങ്ങാതെ വന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സ് പ്രലോഭനങ്ങൾക്ക് വശംവദനമാകുന്ന മനസ്സാണ്. അതിൽ നിന്ന് മോചിതമാകണമെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനെക്കുറിച്ചുള്ള നിയന്ത്രണം വേണം. ആ നിയന്ത്രണം സാധ്യതമാകണമെങ്കിൽ അതിനുള്ള പരിശീലനം വേണം. ആ ഒരു പരിശീലനമാണ് നമുക്ക് ഈ വ്രതകാലത്ത് കിട്ടുന്നത്. പാപമോചനം തരാനുള്ള കഴിവ് ദൈവത്തിന് മാത്രമാണ്. അവനിലേക്ക് പാപമോചനത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയും അത് പ്രതീക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ദൈവവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഒരംശമാണ്. അത് മാത്രമല്ല, ഇങ്ങനെ ഓരോ തവണയും ഓരോ വേളയിൽ നിസ്കരിക്കുമ്പോഴും തൻ്റെ മനസ്സിനെക്കുറിച്ച്, തൻ്റെ മനസ്സിൻ്റെ പ്രലോഭനങ്ങളെക്കുറിച്ച് ബോധവാനാക്കപ്പെടുന്നു. ആ ബോധവാനാക്കപ്പെടുന്ന ഓരോ നേരത്തും അതിൽ നിന്ന് പിന്മാറി തന്നെ രക്ഷിക്കണമെന്ന്, തനിക്ക് പാപരഹിതമായ പുണ്യമായ ജീവിതം നയിക്കണമെന്ന ഒരു ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വ്രതത്തിൻ്റെ സവിശേഷത. മനസ്സിൻ്റെ രണ്ടാമതൊരു മനസ്സ് ഖുർആൻ പറയുന്നത് നഫ്സുൽ ലവ്വാമ എന്നുള്ളതാണ്. അത് നമ്മുടെ മനസ്സാക്ഷിയാണ്. നമ്മെ കുറ്റപ്പെടുത്തുന്ന ഒരു കുറ്റം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ ഒരു പാപം ചെയ്തു പോവുകയും ചെയ്തതിന് ശേഷം മനസ്സ് സ്വയം കുറ്റപ്പെടുത്തുന്ന സ്ഥിതിയാണ്. അതായത് ഞാൻ പാപം ചെയ്തു പോയി, ഈ ചെയ്തത് പാപമാണ്. അങ്ങനെ പാപബോധം ഇല്ലാത്ത ആൾ, അങ്ങനെ പ്രായശ്ചിത്ത ബോധം ഇല്ലാത്ത ആൾ വളരെ മുഷ്കനാണ്, വളരെ മോശപ്പെട്ട ആളാണ്. കാരണം അയാൾക്ക് തൻ്റെ പാപത്തെക്കുറിച്ചുള്ള ബോധം പോലും ഇല്ല. തൻ്റെ മനസ്സിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം താൻ ചെയ്ത പാപത്തിനെ അദ്ദേഹം അംഗീകരിക്കുകയും
അത് പാപമല്ല എന്ന് കരുതുകയും ചെയ്യുന്നത് വളരെ മോശമായ, ഏറ്റവും ദുഷ്ടമായ മനസ്സാണ്, ദുഷ്ടമായ മനുഷ്യനാണ് അങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ മനസ്സ്, കുറ്റപ്പെടുത്തുന്ന മനസ്സ്, അതിൽ നിന്ന് മോചിതനായി നാം നമ്മെ തന്നെ കുറ്റപ്പെടുത്തുകയും എല്ലാ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ആ വിട്ടുനിൽക്കാനുള്ള പരിശീലനം നിസ്കാരങ്ങളിലൂടെയും വ്രതാനുഷ്ഠാനങ്ങളിലൂടെയും നേടിയെടുക്കുകയും ചെയ്യുമ്പോൾ അവന് കൃത്യമായിട്ട് ചെയ്തു പോയ പാപങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നു. കാരണം ദൈവം ഏറ്റവും കാരുണ്യമുള്ള വ്യക്തിയാണ്. ചെയ്തു പോയ പാപത്തെക്കുറിച്ച് പ്രായശ്ചിത്തമുള്ളവന് ആ പ്രായശ്ചിത്തം അനുവദിച്ചു കൊടുക്കുകയും അവനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അവന് പ്രതീക്ഷിക്കാവുന്ന സ്വർഗവാസം ലഭിക്കുകയും ചെയ്യും എന്നുള്ള നിലയിലേക്ക് എത്തിച്ചേരും. അതിനുള്ളൊരു പരിശീലനമാണ് മൃതകാൽ. അവസാനമായി പറയുന്ന ഒരു നഫ്സ് നഫ്സുൽ മുത്മഈൻ എന്നാണ്. അതായത് സന്തുഷ്ടമായ മനസ്സ്. കാരണം തൻ്റെ മനസ്സിനെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തി ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാപങ്ങളെക്കുറിച്ചും മനസ്സ് സ്വയം കുറ്റപ്പെടുത്തി അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിന്ന് ദൈവപ്രീതി കാംക്ഷിച്ച് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും അങ്ങനെയുള്ള എത്തിച്ചേരുന്ന അവസ്ഥയിൽ ആ മനസ്സ് സമ്പൂർണമായിട്ടും സന്തോഷപ്രദമായിരിക്കും. സമ്പൂർണമായിട്ടും ശാന്തി അടഞ്ഞ മനസ്സായിരിക്കും. യാതൊരു വേവലാതികളുമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിതമായിരിക്കും ആ മനസ്സിൻ്റെത്. അങ്ങനെ ഒരു മനസ്സുമായിട്ട് ദൈവത്തിലേക്ക് തിരിച്ചു പോകാൻ, അങ്ങനെ ഒരു മനസ്സുമായിട്ട് ഈ ലോകം വിട്ടുപോകാൻ കഴിയണമെങ്കിൽ അതിനുള്ള പരിശീലനം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വേളകളിലും, നിശ്ചിത വേളകളിൽ ദൈവത്തെ ഓർക്കാനുള്ള പ്രാർത്ഥനകളും വർഷത്തിൽ ഒരിക്കൽ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് തൻ്റെ പാപത്തെക്കുറിച്ച് ഓർക്കുകയും പാപമോചനം നടത്തുകയും അങ്ങനെ പാപരഹിതമായ ജീവിതത്തിലേക്ക് താൻ ആഗ്രഹിക്കുന്ന സ്വർഗവാസത്തിലേക്ക് പോകാനുള്ള ഒരു മാർഗവും ഒരു മാസവുമാണ് റമദാൻ മാസം.